ഇവളുടെ നിർബന്ധപ്രകാരം വെട്ടുകാട് പള്ളിയിൽ പോയി താലി കെട്ടുകയും നെറ്റിയിൽ കുങ്കുമം അണിയിക്കുകയും ചെയ്യും. സെപ്റ്റംബറിൽ കല്യാണം നടത്തുന്നില്ല, ഫെബ്രുവരിയിൽ വീട്ടുകാരാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം പറഞ്ഞത് ഇവളുടെ ജാതകപ്രകാരം ആദ്യ ഭർത്താവ് മരിച്ചു പോകും. രാമവർമ്മൻ ചിറയിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഇവ പ്രണയത്തിലായിരുന്നു. ഒരു വർഷത്തോളം പ്രണയത്തിലായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ച് ഇവളുടെ ഒരു എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത് എൻഗേജ്മെന്റ് നടന്നപ്പോൾ ഇവൾ വിളിച്ചു പറഞ്ഞു എൻഗേജ്മെന്റ് നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ കുറച്ച് പിന്മാറി. അതിന് പിന്മാറിയപ്പോൾ ഇവന്റെ കൈവശമുള്ള ഫോട്ടോസ് മറ്റ് വീഡിയോസ് അതൊക്കെ കൈക്കലാക്കാൻ വേണ്ടി ഇവൾ വീണ്ടും വാട്സാപ്പ് ചാറ്റിലൂടെയും കോളിലൂടെയും പ്രണയം നടിച്ച് ഇവനുമായിട്ട് അടുത്ത് ഈ പ്രണയത്തിലായിരുന്നപ്പോൾ തന്നെ പിന്നെ ഇവളുടെ നിർബന്ധപ്രകാരം വെട്ടുകാട് പള്ളിയിൽ പോയി താലി കെട്ടുകയും നെറ്റിയിൽ കുങ്കുമം അണിയിക്കുകയും ചെയ്യിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം കുങ്കുമം അണിയിച്ചിട്ട് ആ കുങ്കുമം ഇട്ടിരിക്കുന്ന ഫോട്ടോ ഇവൻ അയച്ചു കൊടുക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ സെപ്റ്റംബറിൽ വീട്ടുകാർ കല്യാണം ഫിക്സ് ചെയ്തിരുന്നപ്പോൾ അപ്പോഴ് ഈ ഒരു ഓഗസ്റ്റിൽ ഇവന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ കല്യാണം നടത്തുന്നില്ല, ഫെബ്രുവരിയിൽ വീട്ടുകാരാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം പറഞ്ഞത് ഇവളുടെ ജാതകപ്രകാരം ആദ്യ ഭർത്താവ് മരിച്ചു പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യ ഭർത്താവ് മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് കല്യാണം അങ്ങനെ ആകിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്കാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ 14 തീയതി ഇവന്റെ റെക്കോർഡ്സ് ബുക്കെല്ലാം എഴുതി കൊടുക്കുന്ന അവളാണ്. അപ്പൊ റെക്കോർഡ്സ് ബുക്ക് എഴുതി കഴിഞ്ഞു. ഇവിടെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല, വേഗം വാന്ന് പറഞ്ഞു വിളിച്ചപ്പോ ഈ മാസം 14 തീയതി രാവിലെ 9 മണിക്ക് വിളിക്കുന്നു. അപ്പോ ഇവൻ പറഞ്ഞു എന്റെ കയ്യിൽ വണ്ടിയില്ല, വണ്ടി സംഘടിപ്പിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവ ഒരു 9:15 നമുക്ക് വാട്സാപ്പ് ചാറ്റ് ഉണ്ട്, അതിനകത്ത് നമ്മുടെ കയ്യിലുണ്ട്. വാട്സാപ്പ് ചാറ്റിൽ പറയുന്നത് 9:15 ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇവള് പറയുന്നത് അച്ഛനും അമ്മയും പോയിട്ടില്ല. ആദ്യം പറഞ്ഞ അച്ഛനും അമ്മയും പോയി വരാനാണ് പറഞ്ഞത്. അപ്പൊ അച്ഛനും അമ്മയുടെ പ്രസൻസിലായിരിക്കണം ഇപ്പൊ ഇവള് വിളിച്ചത് ഇവനെ. അപ്പോ അച്ഛനും അമ്മയും പോയി വരാൻ പറഞ്ഞു. ഇവനും ഇവന്റെ ഒരു ഫ്രണ്ട് രജനുമായിട്ട് അവിടെ വീട്ടിൽ പോയി. രജൻ പുറത്ത് നിന്നു, ഈ ഭാഗത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴ് ഇവൻ വയറ്റിൽ കൈവച്ചുകൊണ്ട് ഛർദ്ദിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു എന്താണ് നീ ഛർദ്ദിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഇങ്ങനെ ഒരു കഷായവും ഒരു ഫ്രൂട്ടി എന്നല്ല പറഞ്ഞത്, ഒരു ജ്യൂസ് കുടിച്ചെന്ന് പറഞ്ഞു, മാംഗോ ജ്യൂസ്. അത് എന്നാണ് പിന്നീട് ഇവരുടെ ഇത് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൾ പറഞ്ഞത് ഒരു കുപ്പിയിൽ നിന്നാണ് കൊടുത്തത്, അല്ല കവർ പാക്കറ്റല്ല, ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് കുടിച്ച് നേരെ ഇവിടെ വന്ന് അവശനായി. ഇവൻ വീണ്ടും വാട്സാപ്പ് ചാറ്റിൽ ചോദിക്കുന്നുണ്ട് എനിക്ക് തന്ന കഷായത്തിന്റെ പേരൊന്ന് പറയാമോ എന്ന്. അപ്പൊ അവൾ അത് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അത് കുടിച്ച ജ്യൂസിൽ നിന്നായിരിക്കും വന്നത്, ഫ്രൂട്ടിൽ നിന്നായിരിക്കും വന്നത് എന്നാണ് പറയുന്നത്. അത് നമുക്ക് വോയിസ് ക്ലിപ്പുണ്ട്. അതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് എന്റെ അമ്മയെ വിളിക്കാമെന്ന ഓട്ടോ ഡ്രൈവർ മാമന് ഞാൻ ഇത് കൊടുത്തു, ഓട്ടോ ഡ്രൈവർ മാമന് എന്തോ പ്രശ്നമുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പൊ അതിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവ അപ്പോൾ അവശനായി. അമ്മ ഇവിടെ കളിക്കാവളെയാണ് ഒരു ഫൈനാൻഷ്യൽ ജോലിക്ക് പോകുന്നത്. അമ്മയെ വിളിച്ചു വരുത്തി നേരെ പാറശാല സ്റ്റേഷനിൽ പോകുന്നു. പാറശാല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇവന്റെ മോഷനിൽ ബ്ലഡ് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു ഡ്രിപ്പ് കൊടുത്തിട്ട് നേരെ അവർ തന്നെ 108 ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. നേരെ മെഡിക്കൽ കോളേജിൽ പോകുന്നു. മെഡിക്കൽ കോളേജ് ഇവന്റെ വാക്കിനകത്ത് മുഴുവൻ ഒരു ചുവന്ന നിറമായി കഴിഞ്ഞപ്പോഴും ചുവന്ന നിറമായി. അപ്പോൾ അവിടെ പോയി മെഡിക്കൽ കോളേജിൽ അന്നത്തെ റിസൾട്ടില് നോർമലായിരുന്നു ബ്ലഡ് റിസൾട്ട്. അതിനകത്ത് WBC അത് 13,800 ആയിരുന്നു കൗണ്ട്. അത് നോർമൽ റേഞ്ച് 11,000 ആണ്. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു ഇത് ഇങ്ങനെ കൂടിയിരിക്കുന്നത്, അത് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ അന്ന് വീട്ടിൽ വന്നിട്ട് ഇവന്റെ തൊണ്ട മുഴുവൻ വിണ്ട് കീറിയതുപോലെയായി. ഇവന് സംസാരിക്കാനും പറ്റില്ല, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവര് ഉടൻ തന്നെ റിപ്പോർട്ട് നോക്കിയപ്പോൾ ഇതിന്റെ കിഡ്നിയുടെയും ലിവറിന്റെയൊക്കെ ഫംഗ്ഷൻ ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ട് ക്രിയാറ്റിൻ ലെവലൊക്കെ 7.4 ആയി. 1.4 നിൽക്കേണ്ട അവന് 1 ആയിരുന്നു, അത് 7.4 ആയി. അങ്ങനെ അവര് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ഡയാലിസിസ് ചെയ്തു, സ്പെഷ്യാലിറ്റിയിൽ ഡയാലിസിസ് ചെയ്തു. അടുത്ത് MICU 4 ICUല് അവനെ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും പിറ്റന്ന് ഇവന്റെ ശ്വാസം എടുക്കേണ്ട തടസ്സമൊക്കെ ഉണ്ടായി. അതിനുശേഷം അടുത്ത് വീണ്ടും ഒരു ഡയാലിസിസ് ചെയ്തിട്ട് പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു അവന് ശ്വാസം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് സ്പെഷ്യാലിറ്റി ബ്ലോക്കില് അവിടെ ഒരു MD ICUല് വയ്ക്കാമെന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ അവിടെ കൊണ്ടുപോയി, MD ICU കൊണ്ടുപോയി. അവര് ചികിത്സ അപ്പോഴും ക്രിയാറ്റിൻ ലെവൽ നല്ല കുറഞ്ഞു വന്നു. ബിലിറുബിനും എങ്കിലും 3.7 ഉണ്ടായിരുന്നു. ബിലിറുബിനും മറ്റൊക്കെ ആയി. ഇവന്റെ ദേഹം മൊത്തം മഞ്ഞ കളർ. ലിവറിനും പ്രശ്നമായി. ഇവൻ പിന്നെ ഓരോ നിമിഷവും ഇത് കുടിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് അന്നേ ദിവസം 14 തീയതി തന്നെ ഓരോ നിമിഷവും
ഇവ തുപ്പിക്കൊണ്ടേയിരുന്നു, കഫം തുപ്പിക്കൊണ്ടിരുന്നു, കഫവും രക്തവും കൂടെ കലർന്നാണ് തുപ്പിക്കൊണ്ടിരുന്നത്. അത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ വെച്ചായപ്പോൾ ഈ അകത്തുനിന്ന് നമ്മുടെ എന്തോ ഈ ശരീരത്തിന്റെ ഭാഗം പുറത്തു വരും പോലുള്ള ഒരു കളറിൽ, റോസ് കളറിൽ അതും കൂടെ കലർന്നു വന്നു. ഈ അന്നനാളത്തിന്റെയൊക്കെ ഭിത്തി ഇളകി വരും പോലെ നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ MDICയിൽ ആയപ്പോൾ കരളിന്റെ പ്രശ്നമായി. പിന്നീട് അവർ പറഞ്ഞ് ലങ്സിന് പ്രശ്നമായെന്ന് പറഞ്ഞു. ലങ്സിന്റെ ARDS എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് ഈ കോശങ്ങളുടെ ഇടയിൽ വെള്ളം കിട്ടുന്ന ഒരു സംഭവം. അതുകൊണ്ട് ഇവനെ ഇമ്മീഡിയറ്റ് നമ്മൾ വെന്റിലേറ്ററിൽ വെക്കുകയാണെന്ന് പറഞ്ഞ് വെന്റിലേറ്ററിൽ വെച്ചു. ഒരു 3:45 വെന്റിലേറ്ററിൽ വെച്ചെന്ന് പറഞ്ഞു. ഒരു 5 മണിക്ക് നമ്മളെടുത്ത് വിളിച്ച് പറഞ്ഞു ഹാർട്ട് ബീറ്റ് എല്ലാം വളരെ കുറവാണ്, കുറച്ച് സീരിയസ് കണ്ടീഷനാണ്, നിങ്ങൾ പുറത്തിരിക്കാൻ പറഞ്ഞു. 5:55 വിളിച്ചിട്ട് പറഞ്ഞു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു, മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അത് 25-ാം തീയതി 5:55. ഇതാണ് സംഭവം. ഇതിൽ നമുക്ക് ദുരൂഹത, ഇതിന് ഇടയിൽ എപ്പോഴെങ്കിലും അവർ എന്തെങ്കിലും വിഷാംശം ഉള്ളിപ്പോയെന്നോ പറഞ്ഞു. MLC അവർ തന്നെ പോലീസിന് ഇന്റിമേഷൻ കൊടുത്തു. മെഡിക്കോ ലീഗൽ കേസ് എന്നും പറഞ്ഞിട്ട് MLC ഇന്റിമേഷൻ കൊടുത്ത മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ അവർ തന്നെയാണ്, ഡോക്ടേഴ്സ് തന്നെയാണ്. അങ്ങനെ ഞങ്ങളെ വിളിച്ചു. അവിടെ നേരെ പാറശാല പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പാറശാല പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവിടെ മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തു. ഇവൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കഷായം കുടിച്ചു, അതിന്റെ പുറത്ത് കടിച്ചു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം പോലീസും വന്ന് മൊഴിയെടുത്തു. അതാണ് ഇത് കാരക്കോണം രാമവർമ്മൻ ചിറയിലുള്ള പെൺകുട്ടിയാണ്. ഈ കുട്ടിയും അച്ഛനും അമ്മയും കൂടെ ഡെലിബറേറ്റ് ആയിട്ട് ഇവനെ വിളിച്ചു. മലയാളി കുടുംബമാണോ? അത് മലയാളി കുടുംബമാണ്. അവർ വന്നിട്ട് ഈ തെക്കതും മറ്റുമൊക്കെ ഉള്ള അന്ധവിശ്വാസമായിട്ടുള്ള രീതിയുണ്ട്. നമ്മൾ വന്നിട്ട് നാടാർ ക്രിസ്ത്യൻസ് ആണ്, അവർ നായർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട്. ഇത് ഡെലിബറേറ്റ് ആയിട്ട് ഇവന് വിഷം, അതായത് ആസിഡ് പോലുള്ള, ഞാൻ ഒരു അഡ്വക്കേറ്റോട് സംസാരിച്ചപ്പോൾ ഇവൻ ഈ ആക്റ്റീവായിട്ട് മരണം വരെ ആക്റ്റീവായിട്ടാണ് ഇരുന്നത്. ഇവന് ഒരു കുലുക്കവും ഇല്ലായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് തീർച്ചയായും ഡെഫിനറ്റ് ആയിട്ട് ഇത് ആസിഡ് പോലുള്ള എന്തോ ഉള്ളിൽ പോയതുകൊണ്ടാണ് ഈ ആക്റ്റീവായിട്ടിരുന്നത്. പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അയാളുടെ ഒരു കേസ് ഹിസ്റ്ററി വെച്ച് അയാളുടെ ഒരു പരിചയത്തിന്റെ പുറത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് ഡെഫിനറ്റ് ആയിട്ട് ഇതൊരു കൊലപാതകമാണ്. ഇതിന്റെ പ്രോപ്പറായിട്ടുള്ള അന്വേഷണമാണ്. ഞാൻ ഇന്നലെ SI അടുത്ത് പോയിരുന്നു. പാറശാല SI ആയിട്ട് സംസാരിച്ചപ്പോൾ SI ഈ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ 100 ml കഷായം കൊടുത്തു എന്ന് കുട്ടി തന്നെ സമ്മതിച്ചു എന്ന് പറഞ്ഞു. 100 ml കഷായം അവൾ രാവിലെ കുടിച്ചതിന്റെ ബാക്കി ഇരുന്ന് 100 ml കഷായം കൊടുത്തു. ലാസ്റ്റ് ഡോസ് ആയതുകൊണ്ട് അവര് കുപ്പി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ലാസ്റ്റ് ഡോസ് ആയിരുന്നു, അത് സ്ക്രാപ്പിന് കൊടുത്തു എന്നാണ് പറയുന്നത്. കുപ്പി സ്ക്രാപ്പിന് കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ ഇവര് പറയുന്നത് ആ കുട്ടി കുഴഞ്ഞു വീണു, ഇവ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുഴഞ്ഞു വീണു എന്നുള്ള രീതിയിൽ ഒരു ഒഴുക്കൻ മട്ടിലാണ് ഈ പോലീസിന്റെ പോക്ക്. അപ്പൊ അതിനകത്ത് നമുക്ക് പോലീസിന്റെ അന്വേഷണം കുറച്ചുകൂടെ ഊർജിതമാണ്. അച്ഛനെ അമ്മയും ചോദ്യം ചെയ്യണം, അങ്ങനെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ആവശ്യം, കുടുംബത്തിന്റെ ആവശ്യം. പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരം എന്തെങ്കിലും പോലീസ് കൈമാറി? പ്രാഥമിക വിവരം പോലീസ് പറയുന്നത് ഇവന്റെ ആന്തരിക അവയവങ്ങൾ ചെക്ക് ചെയ്താലേ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റൂ. പ്രഥമ ദൃഷ്ടിയ ഉള്ളില് പോയിസൺ ഒന്നും പോയിട്ടില്ല എന്ന് പോലീസ് ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു സ്വാധീനത്തിന്റെ പേരിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി എഴുതിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഡോക്ടർ അടക്കം ആദ്യം പറഞ്ഞു അവരാണ് MLCക്ക് കൊടുത്തത്. ഞങ്ങൾ പോയി, ഞങ്ങളെ വിളിച്ചു, അവരുടെ ഒരു അറ്റൻഡർ വന്നു. അറ്റൻഡറെ കൂടെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയി. മെഡിക്കോ ലീഗൽ കേസ് എന്നും പറഞ്ഞിട്ട് എന്തോ ഉള്ളിൽ പോയിട്ടുണ്ട്, ഒരു പോയിസൺ ഉള്ളിൽ പോയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതിന് പ്രകാരമാണ് MLC എടുത്തത്. പിന്നെ അവരിങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് സ്വാധീനത്തിന്റെ ഉറപ്പാണ്, സ്വാധീനം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഞാനത് ആ സെന്റൻസ് ഈ ഒരു എക്സസ് പണിഷ്മെന്റ് സെന്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നാണ്. അതായത് ഒരു സംശയത്തിനും ലെവലേശമില്ലാതെ തന്നെ ഈ ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റയറസ്റ്റ് എമംഗ് റയറായിട്ട് അത് മാറുള്ളൂ. ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് അതിനകത്ത് വന്നത്. അപ്പോൾ അത് നമ്മൾ ഈ കേസിൻ്റെ ഫാക്ട്സ് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ചിലപ്പോൾ, അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ല. 24 വയസ്സേ ഉള്ളൂ. ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ ഇതിൽ പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല രീതിയിലായി. ഇവൻ്റെ കയ്യിൽ ഇതിൻ്റെ പടമൊക്കെ ഇരിപ്പുണ്ട്, മൊത്തം ഇതിൻ്റെ ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ച ഒരു ഭീഷണിയുടെ സ്വരമായി അവസാനം നിവർത്തിയില്ല. അതിന് വേറെ ഇതിന് അവനെ വേണ്ട, അങ്ങനെ അങ്ങ് പോയി അബദ്ധം പറ്റിപ്പോയതാണ്. ഈ കുട്ടി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി. അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി. അപ്പം തന്നെ നമ്മളൊന്ന് നോക്കിക്കോളൂ. എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി. കാരണം ഇത് മരിച്ചു പോകുന്നുള്ളത് ചിലപ്പം വിചാരിച്ച് പോലീസുകാർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിൻ്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു, എനിക്കിത് നിവർത്തിയില്ല, ഇവൻ്റെ ഇന്ന് പോകാൻ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ
ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഞാൻ എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഈ സാധനം വിഷം. അപ്പോൾ അവൻ ചോദിച്ചു, അന്നേരം ഇനി അവൻ ഇതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഏതാ പറഞ്ഞു, ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കുടിച്ച് ആത്മഹത്യ ചെയ്യും. അതിനുവേണ്ടി അവൻ കലക്കി വെച്ചു. അപ്പോൾ ഇതെന്തുവാ നീ കലക്കി വെച്ചേക്കെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന കഷായമാണെന്ന് ഇത് പറഞ്ഞു. എന്നാൽ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി എടുത്ത് ഒഴിച്ചു കൊടുത്തു അവന്. അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ മരണമൊഴിയായിട്ട് പോലും ഷാരോൺ ഈ ഗ്രീഷ്മയ്ക്കെതിരെ ഒരു മൊഴി നൽകിയിരുന്നില്ല എന്നൊരു കണ്ടെത്തൽ കൂടി കോടതിയുടെ ഭാഗത്ത് അവൻ പറഞ്ഞ് എനിക്ക് കിട്ടാത്തത് വേറൊരുത്തനും അനുഭവിക്കണ്ട എന്ന് പറഞ്ഞ് ഇതിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അത് പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല, അതിൻ്റെ സത്യസ്ഥിതി നമുക്കറിയത്തില്ല, അവർ തമ്മിലുള്ള ഇടപാടാണ്, നമുക്കറിയത്തില്ല. പക്ഷേ എങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വേ ചെയ്യണം. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഈ ഡെത്ത് പെനാൽറ്റി കൊടുക്കത്തില്ല. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ് കൂടുതൽ, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു മാർഗ്ഗമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വന്നു. നല്ല കാര്യമെന്ന് ഞാൻ പറയുന്നില്ല, അതിന് കൊലപാതകം നല്ല എന്നുണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ വേറെ മാർഗ്ഗമില്ലാതെ വന്നതിന് ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്നാണ് പ്രിൻസിപ്പിൾ. ഇത് 24 വയസ്സല്ലേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഒരു ജീവപര്യന്തം തടവിൽ നിൽക്കേണ്ട ഒരു കേസാണെന്നാണ്. കോടതിയിൽ പ്രോസിക്യൂഷൻ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ടോ അത്തരം പിന്നീട് വരുമ്പോൾ നിയമവശങ്ങൾ പരിശോധിക്കുമ്പോൾ, സുപ്രീം കോടതി വിധികളൊക്കെ പരിശോധിക്കുമ്പോൾ? എനിക്ക് അത് വളരെ വളരെ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നു. പിന്നെ ഇത് പ്രീമെഡിറ്റേറ്റഡ് ആണ്, ഇത് കൊല്ലാൻ വേണ്ടി ചെയ്തതൊക്കെ തന്നെ. ഇത് അവനെ കുടിച്ചു, ഇതിന് വിഷമുണ്ടെന്ന് അതിനറിയാം. അത് കുടിക്കാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞു. അത് ഞാൻ കുടിക്കുന്ന കഷായം എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കൊടുത്തു തരാൻ പറഞ്ഞ് ഒഴിച്ചാൻ കൊടുത്തു. വരും ഇതൊരിക്കലും ഒരു റയറസ്റ്റ് അമംഗ് റയറായിട്ട് ഉള്ള ഒരു കേസാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഫാക്ട്സ് ഇല്ല.